അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കുറേയേറെ അച്ചാറുകളുടെ വീഡിയോസുകളും അല്ലാതെ നമ്മുടെ വീട്ടിൽ വളരെ ഒതുങ്ങി കൂടി, പ്രത്യേകിച്ച് ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന കുറേയേറെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ചുമ്മാ വീട്ടിൽ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒത്തിരി വളരെ ഒരുപാട് ബിസിനസിന്റെ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഒരു അച്ചാർ ബിസിനസ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാം, അത് നാരങ്ങ അച്ചാർ മുതൽ ഒരുപാട് അച്ചാറുകളുടെ റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് A to Z എല്ലാ കാര്യങ്ങളും തന്നെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ചേച്ചി അത് പറഞ്ഞു തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ വളരെ ഈസിയാണ്, ഭയങ്കര ഉപകാരമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വെച്ച് നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ അച്ചാർ ബിസിനസ്സുകൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ബിസിനസ് ആട്ടോ പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് വിപണി ഓരോ സമയത്തിന് കൃത്യമായിട്ട് ഓരോരുത്തർ ഓർഡർ പിടിച്ച് അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ബിസിനസ്. അതുപോലെ വളരെ ഈസി ആയിട്ട് 500 ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഒരുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇഡ്ഡലി യൂണിറ്റ് വളരെ സുഗമമായിട്ട് എങ്ങനെ ചെയ്യാം. അതുപോലെ പാലപ്പ യൂണിറ്റ്, ഇടിയപ്പ യൂണിറ്റ്, ചെറുകടികൾ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ ചമ്മന്തിപ്പൊടികൾ, എല്ലാ തരത്തിലുള്ള ഒരു സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്ത് വരുമാനം, ഒരു 10 പൈസ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബിസിനസിന്റെ വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വെറൈറ്റി, ചേച്ചി പുതിയ വെറൈറ്റി എന്നാന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഇന്ന് എല്ലായിടത്തും ബിരിയാണിക്കൊക്കെ കിട്ടുന്ന ഭയങ്കര ട്രെൻഡായിട്ടുള്ള ബീറ്റ്റൂട്ടും നമുക്ക് ഈന്തപ്പഴവും വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി, അതെല്ലാവരും തന്നെ കാണാതെ പോകരുത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 5 കിലോ ഇതുണ്ട്. 5 കിലോ നമ്മൾ ബീറ്റ്റൂട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് ആട്ടോ ഇപ്പോൾ മേടിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് 5 കിലോ ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ 5 കിലോ നമുക്ക് ഈന്തപ്പഴവും വേണം. അപ്പം 5 കിലോ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴം മുഴുവനെ മേടിച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്തതിന് കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നേക്കാളും വളരെ സുഗമമാണ്. ഇത് കണ്ടോ, ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിങ്ങനെ ഈന്തപ്പഴമൊക്കെ കുരു കുത്തി നന്നായിട്ട് ഇടിച്ച് നല്ല അടിപൊളിയായിട്ട്, ഇതിനകത്തൊന്നും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ. ഇത് എറണാകുളത്തുനിന്ന് വരുന്നതാണ്. ഞങ്ങളിവിടെ ആഴ്ച തോറും ഇങ്ങനെ ആവശ്യത്തിനുള്ള ബോക്സുകൾ വാങ്ങിക്കാറുണ്ട്. അപ്പം ഇതുണ്ടോ, ഇത് തുറന്ന് കാണിക്കാം. നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കുന്നതാണ്. അത് നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ആ കൃത്യം 5 കിലോ എന്ന് പറഞ്ഞാൽ 5 കിലോ പറയുന്ന തൂക്കത്തിന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ടാട്ടോ എടുക്കേണ്ടത്. ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് അരിപ്പിച്ചെടുത്തിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കുന്ന അതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ ശരിക്കും കുറുക്കി പറ്റിച്ചിട്ട് നല്ല ബീറ്റ്റൂട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ ഒരച്ച കൃഷി ചെയ്യുന്ന ആ രീതിയിലാണ് എടുക്കേണ്ടത് അരിഞ്ഞെടുക്കുമല്ല കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ബീറ്റ്റൂട്ടും ഈ ഈന്തപ്പഴവും കൂടെ എങ്ങനെയാണ് നമുക്ക് അച്ചാറിടുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് ഇത്രയും ബീറ്റ്റൂട്ടും ഞാൻ തന്നെ ഇരുന്ന് കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ സമയം ഒത്തിരി പോകും. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബാക്കി എൻ്റെ സ്റ്റാഫുകളുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം എങ്ങനെയാണ് അരിയണമെന്ന് കാണിച്ചു തരാമേ. നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് തൊട്ടാൽ മതി, തൊലി പോകും. ഒത്തിരി വാടിയതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് ബീറ്റ്റൂട്ട് നന്നായിട്ട് തൊലി എത്തിയെടുത്തു കേട്ടോ. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതിനകത്ത് വെച്ച് നന്നായിട്ട് ഉരച്ച് ഫ്രഷ് ചെയ്തെടുക്കാം. ഒരെണ്ണം മാത്രമേ കാണിച്ചു തരുള്ളൂ, ബാക്കി എല്ലാം കൂടി ഒന്ന് ചെരിഞ്ഞിട്ട് നമുക്ക് അച്ചാറിടുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ കഴുകി എടുത്തുകൊണ്ടിരട്ടെ. അപ്പോഴേ ഒരു ബീറ്റ്റൂട്ട് നന്നായിട്ട് ചെത്തി കഴുകി എടുത്തോളുന്നു. ഇനി അതെങ്ങനെയാണ് ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്തല്ല, ഇവിടെ 2 ഹോൾസ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ഇച്ചിരി നീളത്തിൽ കിട്ടുന്ന മാതിരി കേട്ടോ. ശരിക്കും പൊടി പോലെ അരിയുന്ന പോലെ തന്നെയാണ് കിട്ടുള്ളൂ. അപ്പം അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. വലിപ്പം കൂടുതലുള്ളതിൻ്റെ കയ്യിൽ നിന്ന് തെന്നി പോവുക. ഇതുണ്ടോ, ഇതുപോലെ നമ്മൾ ശരിക്കും നീളത്തിൽ തീപിടിക്കും പോലെ അരിയുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. അതാ ഇത് നമുക്ക് ഇതുണ്ടോ, ഒട്ടും നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒത്തിരി പണി കുറവുണ്ട്. അച്ചാർ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചോട്ടോ. ഈന്തപ്പഴം ചെറുനാരങ്ങയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ കൊള്ളി പോലെയുള്ള ഇതിടുവാണെങ്കിൽ ഒത്തിരി ഭയങ്കരമായ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് 10 കിലോ ആണ്. നേർ പകുതി നമുക്ക് കണ്ടിച്ചെടുത്തിട്ട് തൂക്കി നോക്കിയിട്ട് അത് നമുക്ക് ചൂടുവെള്ളത്തിലിടാം കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അപ്പം നമുക്കിത് കണ്ടിച്ച് എടുത്തു നോക്കാം. അത് കണ്ടിക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. ഇച്ചിരി ബലം കൊടുക്കണം, എങ്കിൽ പോലും പ്രശ്നമില്ല, കണ്ടിച്ചെടുക്കാം. ഇതുണ്ടോ, ഇത് കൃത്യം 5 കിലോ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാവേ. അപ്പം ഞാൻ വെള്ളം എടുത്തുകൊണ്ടിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ 10 കിലോ ഈന്തപ്പഴമാട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മൾ 2 നേർപകുതി 2ആയിട്ട് കണ്ടിച്ചെടുത്തത് കേട്ടോ. ഇതുപോലെ നല്ല ഹലുവ കണ്ടിക്കുന്ന പോലെ നമുക്ക് കണ്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് ചൂടുവെള്ളത്തിൽ ഇടണം കേട്ടോ, അന്നേരം അത് ശരിക്കും കിട്ടുള്ളൂ. ഇത്തിരി ബലപ്പെട്ട് വേണം കേട്ടോ കണ്ടിച്ചെടുക്കാൻ. അപ്പം ഇതുണ്ട്, ഞാൻ തിളപ്പിച്ചെടുത്തോണ്ട് 2 ലിറ്റർ വെള്ളമുള്ളതുകൊണ്ട് അതിനകത്തേക്ക് ഇടാം. അപ്പം ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുതിരുവേ. എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കുന്നതെല്ലാം മൊത്തത്തിൽ കാണിച്ചു തരാം. അത് ഭയങ്കര മുറുക്കതിന്. അപ്പോൾ നമ്മളെല്ലാം ഇതെല്ലാം മൊത്തം നമുക്ക് വെള്ളത്തിലെടുത്തിട്ടു. അത് നല്ലോണം അവിടെ കിടന്ന് കുതിരിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് ഒരെണ്ണം ഞാൻ അരിഞ്ഞ് കാണിച്ചു. ബാക്കി അരിയാൻ സ്റ്റാഫുകളുടെ കൈ കൊടുത്ത് അവർ നല്ല ഇതുണ്ടോ, നല്ല വളരെ വൃത്തിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഇതുണ്ടോ കൊത്തി അരിഞ്ഞ പോലെ ഇരിക്കുന്നു. അതിനകത്ത് കൃഷി ചെയ്തെടുത്താൽ മതിയിട്ട്. ഇതുപോലെ ആട്ടോ നമ്മൾ എടുക്കേണ്ടത്. നന്നായിട്ട് ഒരെണ്ണം ഏറ്റക്കുറച്ചിലില്ലാതെ നന്നായിട്ട് അരിഞ്ഞു തന്നു. 5 കിലോ ആയിട്ടുള്ളത് ഇതുണ്ടോ. ഇതേപോലെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി എടുത്തപ്പോൾ ഇതേപോലെയായി കിട്ടി. ഇതിനെ അതിനകത്തേക്കൊക്കെ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ശങ്കരിക്കുട്ടി വീടോ പിച്ച കൂടുന്നുണ്ടോ? എന്നെപ്പറ വാ. ആ, എൻ്റെ ശങ്കരിക്കുട്ടീനെയും കുട്ടി വീഡിയോ പിടിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പം ശങ്കരിക്കുട്ടി വന്നപ്പോൾ 4 മണി കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ പിടിക്കാൻ സമയം കിട്ടിയത്. അപ്പം എൻ്റെ ശങ്കരിക്കുട്ടീനെയും കുട്ടിയാട്ടോ ഇന്ന് വീഡിയോ പിടിച്ചിരുന്നത്. ഇന്ന് ശങ്കരിക്കുട്ടിക്ക് എന്നതാ കിട്ടിയത്? ഗേൾ ഓഫ് ദി ഡേക്ക് ഇത് വലിയ ട്രോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ശങ്കരിക്കുട്ടി ഭയങ്കര മിടുക്കിയാട്ടോ, നന്നായിട്ട് പഠിക്കും. പ്ലേ സ്കൂളിലാണ്, എങ്കിൽ പോലും അക്ഷരങ്ങളൊക്കെ എഴുതാനൊക്കെ പഠിച്ചു. ഇനി അടുത്ത LKG-യിലേക്കാണ്. എന്നിട്ട് വേണം നമുക്ക് വല്ല അച്ചാറൊക്കെ ഉണ്ടാക്കി പഠിക്കാനായിട്ടല്ലേ. അയ്യോ, അപ്പം നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പം അച്ചാറുണ്ടാക്കാനായിട്ട് ആദ്യം എന്നൊക്കെ എടുക്കണ്ടേ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പറഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ ബീറ്റ്റൂട്ട് അരിഞ്ഞതും ഈന്തപ്പഴവും നമ്മൾ കാണിച്ചു തന്നു. അച്ചാറുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. നമ്മൾ സൺഫ്ലവർ ഓയിലാട്ടോ ഇതിനെടുക്കുന്നത്. നല്ലെണ്ണ എടുത്ത് കഴിഞ്ഞ് ഈന്തപ്പഴമൊക്കെ കൂടെ കൂടുമ്പോൾ നല്ല മധുരമുള്ള അച്ചാറാണ്. ഇനി ലേശം കയ്പ് പോലെ വരും. അതുകൊണ്ട് നമുക്ക് 1 കിലോ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഇതുണ്ട് കടുക് പൊട്ടിച്ചില്ല. കടുക് 100 ഗ്രാം പാക്കറ്റ് തന്നെയാട്ടോ ഇത്. അപ്പോൾ 100 ഗ്രാം കടുക്, പിന്നെ ഒരു 200 ഗ്രാം പച്ചമുളക്, 200 ഗ്രാം ഇഞ്ചി എന്ന് പറ. ഇത് വെച്ചേച്ച് പറ. 200 ഗ്രാം ഇഞ്ചി. 200 ഗ്രാം ഇഞ്ചി ഉറക്കെ പറ. 200 ഗ്രാം ഇഞ്ചി എന്ന് പറയടാ. ഒന്ന് ഉറക്കെ പറ. 200 ഗ്രാം ഇഞ്ചി മടിക്കാതെ പറ. 200 ഗ്രാം ഇഞ്ചി എന്ന് പറ. 200 ഗ്രാം ഇഞ്ചി. അതുപോലെ നിർത്താൻ പറയട്ടെ. ശങ്കരിക്കുട്ടി 200 ഗ്രാം ഇഞ്ചി എന്ന് പറഞ്ഞപ്പിച്ച മനസ്സിലായി കാണും. അവള് വന്നപ്പോ തന്നെ അവക്ക് 2 പറയണം എന്ന് പറഞ്ഞു. അപ്പൊ 200 ഗ്രാം ഇഞ്ചി കേട്ടോ. ഇനി വെളുത്തുള്ളി പറയോ ഞാൻ പറയണോ? 200 ഗ്രാം വെളുത്തുള്ളി ഇതും കൂടെ വേഗം പറ. 200 ഗ്രാം വെളുത്തുള്ളി ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് വേണം. അപ്പൊ അടുത്താക്കാൻ അമ്മ പറയാവേ, മോന് പാടുള്ളതാണ് കേട്ടോ. അപ്പൊ 200 ഗ്രാം വെളുത്തുള്ളി. ഇപ്പൊ ശങ്കരിക്കുട്ടി 200 ഗ്രാം വെളുത്തുള്ളിയും 200 ഗ്രാം ഇഞ്ചി എന്ന് പറഞ്ഞു. ഇതാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. ഏകദേശം ഒരു 750 ഗ്രാം ഉപ്പെങ്കിലും വേണം. ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു 2 സ്പൂണിന് മാത്രം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് മാത്രം കറിവേപ്പില, ഒരു 50 ഗ്രാം കായം, 1 ലിറ്റർ വിനാഗിരി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. വിനാഗിരി ഉപ്പും പുളിയും മധുരം ഒക്കെ ചേരുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല അച്ചാർ കിട്ടുന്നത് കേട്ടോ. ഇത് പവിഴത്തിൻ്റെ വിനാഗിരിയാണ്. ഈ വിനാഗിരി ശരിക്കും നല്ല പുളിയൊക്കെ ഉണ്ട്. ചെറുവിനാഗിരിക്ക് പുളിയൊന്നും കാണില്ല. ഇത് നല്ല അടിപൊളി വിനാഗിരിയാണ്.
നമ്മൾ ഇനി ഇതെല്ലാം ചേർത്ത് നമ്മൾ എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ശരിക്കും 56 രൂപ 66 രൂപയൊക്കെ ആയിരുന്നു ബീറ്റ്റൂട്ടിനൊക്കെ കേട്ടോ. ഇപ്പൊ 19 രൂപയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് വില കുറച്ച് ബീറ്റ്റൂട്ടൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് വില കുറച്ച് ഒരു സാധനങ്ങൾ കിട്ടുമ്പം അതെങ്ങനെ ബൾക്കായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ സാധാരണ 5 കിലോയോ 10 കിലോ ഉണ്ടാക്കുന്നത് പോലെയല്ല, 50 കിലോയോ 100 കിലോ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അതെങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒത്തിരി പേര് ദിവസം വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 6 റെസിപ്പിയും ഒരു അച്ചാർ എങ്ങനെ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും എന്ന് പറയുന്ന ക്ലാസ്സുമാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ആവശ്യക്കാർ കുറെ പേരൊക്കെ നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ട്. എന്നും തന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. രാവിലെ 10 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത്, ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സൺഡേ ക്ലാസ് ഇല്ല. അപ്പൊ ഇങ്ങനെ ബൾക്ക് ഈ ബീറ്റ്റൂട്ട് ആണെങ്കിൽ ഇപ്പോൾ ഒരു ബീറ്റ്റൂട്ട് തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു മധുരമുള്ള അച്ചാറൊക്കെ ഇടാം. അതൊക്കെ നല്ല ഫേമസ് അച്ചാറുകളാണ്. അപ്പൊ ഏത് അച്ചാറിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ ഒന്ന് എൻ്റെ പേഴ്സണൽ നമ്പറായിട്ട് ആദ്യം പറയുന്നത് 70 25 885 778 എന്ന നമ്പറിലോ, പിന്നെ 9497 445 778 എന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യണം. ഒന്ന് എൻ്റെ മോൻ്റെയും ഒന്ന് എൻ്റെ നമ്പറാണ്. പപ്പായുടെ നമ്പറൊക്കെ എപ്പോഴും നമ്മൾ തന്നെ കടയിലായതുകൊണ്ട് എപ്പോഴും ബിസി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നമ്പർ രണ്ടും കൊടുക്കുന്നത്. വേറെ നേരത്തെ ഞാൻ 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ഏത് നമ്പറിൽ വിളിച്ചാലും ഞങ്ങളെ കിട്ടും. അപ്പൊ ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം കോണ്ടാക്ട് ചെയ്യാം. അച്ചാറുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു, എണ്ണയും ഒഴിച്ചു കേട്ടോ. എല്ലാം കൂടെ കാണിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് എണ്ണ വേഗം ഒഴിച്ച് ചൂടാക്കി നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുകിട്ടു. നമുക്ക് അടുത്തായിട്ട് മുളക് ഇട്ട് കൊടുക്കാം, അരിഞ്ഞിട്ട് കൊടുക്കാം. അടുത്തായിട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് കിലന്ന് നന്നായിട്ട് വടറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പൊടിയിടാനായിട്ട്. ഇതുപോലെ കേട്ടോ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ കിലുന്ന് വറുത്തെടുക്കണമെന്ന്. ഇതുണ്ടോ നമ്മളിങ്ങനെ കാണിക്കുന്നത് നല്ല ഒരൊറ്റ കേട്ടോ, നല്ല കിലുന്ന് അതുപോലെ തന്നെ എടുക്കണേ. അപ്പോൾ നമുക്ക് 750, ആകെ ടോട്ടലി 10 കിലോ ആണുള്ളത്. അതിന് 750 ഗ്രാം കാശ്മീരി ചില്ലി വേണം കേട്ടോ. നല്ല ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പരുവത്തിന് നല്ലോണം കറുത്തു. ഇനി നമുക്കപ്പോൾ ബീറ്റ്റൂട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ആവിക്ക് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. ഇത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ബീറ്റ്റൂട്ട് അരിഞ്ഞ ഇതുണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുക്കണം. നല്ല ശേലായിട്ടാണ്. എൻ്റെ സ്റ്റാഫുകളൊക്കെ അരിഞ്ഞു തരുന്നതൊക്കെ അടിപൊളിയാണേ. അത് അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട്. നമുക്കിതിന് കുറച്ച് നേരം സ്റ്റീമിൽ വേവിക്കാതെ, വെള്ളമൊന്നും ഒഴിക്കാതെ. ഞാൻ കൂട്ട് പറഞ്ഞപ്പം റെസിപ്പി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് കാണിച്ചപ്പോൾ ഞാൻ മുളകിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടു. മുളക് പിന്നെ ആയിട്ട് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ 750 ഗ്രാം മുളകാണ് ഇടേണ്ടത്. അതിട്ടു. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടി ഇട്ടു. അടുത്തായിട്ട് കായപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അവിടെ കിടന്ന് സ്റ്റീമിൽ വേകട്ടെ. എന്നിട്ട് നമുക്ക് ഈന്തപ്പഴം ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. പക്ഷെ കേട്ടോ കറക്റ്റാ ബീറ്റ്റൂട്ടിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തു. ഇതിനകത്തേക്ക് നമുക്കിനി ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം ഇട്ട് കൊടുക്കാൻ പോണേ. ഇതുപോലെ എടുക്കുന്ന ഈന്തപ്പഴം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ശരിക്കും വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഇടാൻ. ഇല്ലെങ്കിൽ അതിലേലും കഷ്ണമായിട്ട് കിടക്കും. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് സമയം ഇതിനകത്ത് ഇടുന്നു നല്ലോണം ചെറു ചൂടിൽ നന്നായിട്ട് ഇടന്നിച്ച് കുറുകി പറ്റട്ടെ കേട്ടോ. നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
നല്ല പറ്റിയില്ലെങ്കിൽ പോലും നല്ല കണ്ടാൽ നല്ല എന്താണോ, നല്ല ചെയ്യാനുള്ള നല്ല അടിപൊളി അച്ചാർ കേട്ടോ. ഞാൻ ധൃതി പിടിച്ച് വീഡിയോ എടുത്തപ്പോൾ ഞാൻ മുളക് പൊടിയുടെയും ശർക്കരയുടെയും കാര്യം മറന്നു പോയിട്ടോ. മുളക് പൊടി ഇടുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞ് 750 മുളക് പൊടി, 1 കിലോ ശർക്കര ഉരുക്കി നമ്മൾ അരിച്ചെടുത്തതാണ്. അതും ഈ കൂട്ടത്തിൽ കൂട്ടണം കേട്ടോ. ഈന്തപ്പഴത്തിൽ ഒത്തിരി മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് മധുരം നമ്മൾ ഉറപ്പായിട്ടും കൂട്ടണേ. ഇപ്പം എല്ലാ ചേരുവകളുമായി ഇതിവിടെ കിടന്ന് പയ്യെ കിടന്ന് നല്ലോണം വേവട്ടെ. നേരം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടും ഈന്തപ്പഴവും ഇട്ട അച്ചാർ നന്ന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നേരെ സന്ധ്യ ആയിപ്പോയി. നമ്മൾ കുറച്ച് നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഞാൻ സ്റ്റീമിൽ കുറച്ച് നേരം വേവിക്കാനായിട്ട് വെച്ചു. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് കളർ കണ്ടാൽ തന്നെ നല്ല സെറ്റപ്പാണ്. നല്ല കൂട്ടാൻ നല്ല ഇഷ്ടം തോന്നുന്നു. നന്നായിട്ട് കുറുകിയിട്ട് എത്ര ഇങ്ങനെ കുറുകി വാങ്ങി വെച്ചാലും നല്ല അച്ചാറായിട്ട് കിട്ടുള്ളേ. ഇത് അച്ചാർ പാകമായി. ഇതിന് നമുക്ക് വാങ്ങി എടുത്ത് വയ്ക്കാം. പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈന്തപ്പഴവും ബീറ്റ്റൂട്ടും കൂടെ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പം എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി അച്ചാറാണിത്. ഇപ്പം നമ്മൾ ഇവിടങ്ങളിൽ എവിടെയെങ്കിലും നല്ല നല്ല മുന്തിയ സൈസ് കല്യാണങ്ങൾക്കെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ട് വിളമ്പുന്ന ഒരു അച്ചാറാണ് ഈ ബീറ്റ്റൂട്ടും ഈന്തപ്പഴവും കൂടി. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. നല്ല മധുരവും ഒക്കെ ഉള്ള നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന അച്ചാർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വിൽക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി വിൽക്കുക. ക്ലാസ് ആവശ്യമുള്ളവരെല്ലാം വിളിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.